പ്രതിപക്ഷം കൗൺസിൽ യോഗം അലങ്കോലമാക്കുകയായിരുന്നുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. മരമുറി വിഷയത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മറിച്ചുള്ള ആരോപണങ്ങൾ അവാസ്തവമാണെന്നും ഫെബ്രുവരി 16-നുള്ളിൽ ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പും വാർഡ് സഭകളും നടത്തി പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയിൽ നിന്ന് അംഗീകാരം നേടേണ്ടതുണ്ടെന്നും ചെയർപേഴ്സൺ CCTVയോട് പറഞ്ഞു. നഗരസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അവരെ നേരിട്ട് നടപടി എടുക്കാനുള്ള സംവിധാനമില്ല. ഇങ്ങനെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുക, അതുമായി ബന്ധപ്പെട്ട അധികാരികളെ ഈ വിവരം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് നഗരസഭ എന്ന രീതിയിൽ ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ ഏറ്റവും അടിയന്തര പ്രാധാന്യം നൽകി തന്നെയാണ് അതിൽ നഗരസഭ ഇടപെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ആ നടപടികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങൾക്ക് പകരമായി പുനർജനി എന്ന പേരിൽ ഹരിത കേരള മിഷന്റെ സഹായത്തോടെ നമ്മൾ നഗരസഭ തൈകൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷയത്തിന്റെ മുകളിൽ കൃത്യമായി നഗരസഭ ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നയിച്ചൊരു വിഷയം കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റലിലെ ഭാരതി എന്ന അവരുടെ ഒരു പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഒരു വിഷയം വളരെ ഗൗരവമായി തന്നെയാണ് നഗരസഭ ഇടപെട്ടിട്ടുള്ളത്. ആ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഷാജി ആലിക്കൽ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ തന്നെയാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരാതിയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൃത്യമായി താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനടുത്ത് ഇതുമായി